പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, ഇന്ന് മെയ് മാസം 22-ാം തീയതി, ഇന്ന് സുഭാഷിതങ്ങൾ 22-ാം അധ്യായവും അതോടൊപ്പം അപ്പസ്തോല പ്രവർത്തനം 10-ാം അധ്യായത്തിൻ്റെ തുടർച്ചയും ശ്രവിക്കാനായി എത്തിയിരിക്കുന്ന നിങ്ങളെ ഏവരെയും ഞാൻ ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. വിശ്വാസമുള്ളവരുടെ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം. നമുക്ക് നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിക്കാം. യേശുവേ സർവേശസൂനുവേ, വിശ്വപ്രകാശമേ നീ നയിക്ക. ക്രിസ്തുവേ വേദാന്ത കാതലേ, ശൂന്യമെൻ മാനസം നീ നിറയ്ക്ക. സങ്കീർത്തനങ്ങൾ 95:2 ഇപ്രകാരമാണ് പ്രാർത്ഥന. കൃതജ്ഞതാസ്തോത്രത്തോടെ അവിടുത്തെ സന്നിധിയിൽ ചെല്ലാം, ആനന്ദത്തോടെ സ്തുതിഗീതികൾ ആലപിക്കാം. സങ്കീർത്തനങ്ങൾ 95:2. കൃതജ്ഞതാസ്തോത്രത്തോടെ അവിടുത്തെ സന്നിധിയിൽ ചെല്ലാം, ആനന്ദത്തോടെ സ്തുതിഗീതികൾ ആലപിക്കാം. ഓരോ ദിവസവും നമ്മൾ ദൈവത്തിന് നന്ദി പറയേണ്ട ദിവസങ്ങളാണ്. ഓരോ ദിവസവും, കഴിഞ്ഞുപോയ ഓരോ ദിവസവും ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണ് നമുക്കെല്ലാം നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുവാൻ സാധിച്ചത്. ഇന്നത്തെ ദിവസവും നമ്മുടെ ദൈവം നൽകിയിരിക്കുന്ന ദാനമാണ്. ഈ ദിവസത്തെ നിയോഗങ്ങൾ നമുക്ക് സമർപ്പിക്കാം. നല്ല ചിന്തകളോടുകൂടി ആയിരിക്കാം. കർത്താവ് നമ്മളെ കാത്തിരട്ടെ. സുഭാഷിത ഭാഗങ്ങളിലേക്ക് കടക്കാം. സുഭാഷിതങ്ങൾ അധ്യായം 22. സൽകീർത്തി വലിയ സമ്പത്തിനേക്കാൾ അഭികാമ്യമാണ്. ദയ സ്വർണത്തെയും വെള്ളിയെയും കാൾ വിലയേറിയതാണ്. ധനികരും ദരിദ്രരും ഒരു കാര്യത്തിൽ തുല്യരാണ്. ഇരു കൂട്ടരെയും സൃഷ്ടിച്ചത് കർത്താവാണ്. ജ്ഞാനി ആപത്ത് കണ്ടറിഞ്ഞ് ഒഴിഞ്ഞു മാറുന്നു. അല്പബുദ്ധി മുൻപോട്ട് പോയി ദുരന്തം വരിക്കുന്നു. വിനയത്തിനും ദൈവഭക്തിക്കുമുള്ള പ്രതിഫലം സമ്പത്തും ജീവനും ബഹുമതിയുമാണ്. വികടബുദ്ധികളുടെ മാർഗം മുള്ളുകളും കെണികളും നിറഞ്ഞതാണ്. കരുതലോടെ നടക്കുന്നവൻ അവയിൽ നിന്ന് ഒഴിഞ്ഞു മാറും. ശൈശവത്തിൽ തന്നെ നടക്കേണ്ട വഴി പരിശീലിപ്പിക്കുക, വാർദ്ധക്യത്തിലും അതിൽ നിന്നും വ്യതിചലിക്കുകയില്ല. ധനികൻ ദരിദ്രൻ്റെ മേൽ ഭരണം നടത്തുന്നു. കടം വാങ്ങുന്നവൻ കൊടുക്കുന്നവൻ്റെ അടിമയാണ്. അനീതി വിതയ്ക്കുന്നവൻ അനർത്ഥം കൊയ്യും. അവൻ്റെ കോപദണ്ഡ് പ്രയോജനപ്പെടുകയില്ല. ദയാദൃഷ്ടിയുള്ളവൻ അനുഗ്രഹീതനാകും. എന്തെന്നാൽ അവൻ തൻ്റെ ആഹാരം ദരിദ്രരുമായി പങ്കുവയ്ക്കുന്നു. പരിഹാസം ആട്ടിയോടിക്കുക കലഹം വിട്ടുപോകും. വഴക്കും ശകാരവും അവസാനിക്കുകയും ചെയ്യും. ഹൃദയനൈർമല്യത്തെ സ്നേഹിക്കുകയും മധുരമായി സംസാരിക്കുകയും ചെയ്യുന്നവൻ രാജാവിൻ്റെ മിത്രമാകും. കർത്താവിൻ്റെ കണ്ണുകൾ ജ്ഞാനത്തെ കാത്തു സൂക്ഷിക്കുന്നു. അവ അവിശ്വസ്തരുടെ പാദങ്ങളെ അവിടുന്ന് തകിടം മറിക്കുന്നു. അലസൻ പറയുന്നു, പുറത്ത് സിംഹമുണ്ട്, തെരുവിൽ വെച്ച് ഞാൻ കൊല്ലപ്പെടും. ദുശ്ചരിതയായ സ്ത്രീയുടെ വായ് അഗാധഗർത്തമാണ്. കർത്താവിൻ്റെ കോപത്തിനിരയായവൻ അതിൽ നിപതിക്കും. ശിശുവിൻ്റെ ഹൃദയത്തിൽ ഭോഷത്വം കെട്ടുപിണഞ്ഞു കിടക്കുന്നു. ശിക്ഷണത്തിൽ വടി അതിനെ ആട്ടി ഓടിക്കുന്നു. സ്വന്തം സമ്പത്ത് വർദ്ധിപ്പിക്കാൻ വേണ്ടി ദരിദ്രരെ ഞെരുക്കുകയോ സമ്പന്നർക്ക് പാരിതോഷികം നൽകുകയോ ചെയ്യുന്നവൻ ദാരിദ്ര്യത്തിൽ നിബദിക്കുകയുള്ളൂ. ജ്ഞാനികളുടെ ആപ്തവാക്യങ്ങൾ 17-ാം വചനം. ജ്ഞാനികളുടെ വാക്ക് സശ്രദ്ധം കേൾക്കുക. ഞാൻ നൽകുന്ന വിജ്ഞാനത്തിൽ മനസ്സ് പതിക്കുക. അവയെ ഉള്ളിൽ സംഗ്രഹിക്കുകയും അധരങ്ങളിൽ ഒരുക്കി വയ്ക്കുകയും ചെയ്യുന്നത് ആഹ്ലാദപ്രദമായിരിക്കും. കർത്താവിൽ വിശ്വാസമർപ്പിക്കേണ്ടതിന് ഇന്ന് ഞാൻ അവയെ വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. ഉപദേശവും വിജ്ഞാനവും അടങ്ങുന്ന 30 സൂക്തങ്ങൾ നിനക്ക് ഞാൻ എഴുതിയിട്ടുണ്ടല്ലോ. നിന്നെ അയച്ചവർക്ക് ഉചിതമായ ഉത്തരം നൽകത്തക്ക വിധം സത്യവും ശരിയുമായ കാര്യങ്ങൾ നിന്നെ ഗ്രഹിപ്പിക്കാൻ വേണ്ടിയാണ് അവ. നിസ്സഹായനെന്ന് കരുതി ദരിദ്രൻ്റെ മുതൽ അപഹരിക്കുകയോ നിന്റെ പടിവാതിൽക്കൽ വെച്ച് കഷ്ടപ്പെടുന്നവരെ മർദ്ദിക്കുകയോ ചെയ്യരുത്. എന്തെന്നാൽ കർത്താവ് അവരുടെ പക്ഷത്ത് നിൽക്കുകയും അവരുടെ മുതൽ കൈവശമാക്കുന്നവരുടെ ജീവൻ അപഹരിക്കുകയും ചെയ്യും.
കോപശീലനോട് സൗഹൃദം പാടില്ല. രോഷാകുലനോട് ഇടപെടുകയും അരുത്. അങ്ങനെ ചെയ്താൽ നീ അവൻ്റെ ശീലങ്ങൾ കണ്ടു പഠിക്കുകയും കെണിയിൽ കുരുങ്ങിപ്പോവുകയും ചെയ്യും. അന്യർക്ക് വേണ്ടി വാക്കുകൊടുക്കുകയോ ജാമ്യം നിൽക്കുകയോ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടരുത്. കടം വീട്ടാൻ വകയില്ലാതെയിരിക്കുന്ന നിന്റെ കിടക്ക പോലും നഷ്ടപ്പെടാൻ ഇടയാക്കുന്നതെന്തിന്? പിതാക്കന്മാർ പണ്ടേ ഉറപ്പിച്ചിട്ടുള്ള അതിർത്തിക്കല്ല് മാറ്റരുത്. ജോലിയിൽ വിദഗ്ധനായ ഒരുവനെ നോക്കൂ. അവന് രാജസന്നിധിയിൽ സ്ഥാനം ലഭിക്കും. അവൻ സാധാരണക്കാരോടുകൂടെ നിൽക്കേണ്ടി വരികയില്ല. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. അപ്പസ്തോല പ്രവർത്തനങ്ങൾ അധ്യായം 10, 44 മുതൽ 48 വരെയുള്ള തിരുവചനങ്ങൾ. വിജാതിയർക്ക് ജ്ഞാനസ്നാനം. പത്രോസ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെയും മേൽ പരിശുദ്ധാത്മാവ് വന്നു. വിജാതിയരുടെ മേൽ പോലും പരിശുദ്ധാത്മാവിൻ്റെ ദാനം വർഷിക്കപ്പെട്ടതിനാൽ പത്രോസിനോടുകൂടെ വന്നിരുന്ന പരിച്ഛേദിതരായ വിശ്വാസികൾ വിസ്മയിച്ചു. അവർ അന്യഭാഷകളിൽ സംസാരിക്കുന്നതും ദൈവത്തെ സ്തുതിക്കുന്നതും അവർ കേട്ടു. അപ്പോൾ പത്രോസ് പറഞ്ഞു, നമ്മെപ്പോലെ തന്നെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച ഇവർക്ക് ജ്ഞാനസ്നാന ജലം നിഷേധിക്കാൻ ആർക്കെങ്കിലും സാധിക്കുമോ? യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അവർക്ക് സ്നാനം നൽകാൻ അവൻ കൽപ്പിച്ചു. കുറേ ദിവസം തങ്ങളോടുകൂടെ താമസിക്കണമെന്ന് അവർ അവനോട് അഭ്യർത്ഥിച്ചു. കർത്താവിൻ്റെ വചനം. സ്നേഹമുള്ളവരെ, ഈ നിമിഷങ്ങളത്രയും എന്നോടൊപ്പം സുഭാഷിതങ്ങൾ ശ്രവിക്കാനും അതോടൊപ്പം അപ്പസ്തോല പ്രവർത്തനത്തിൻ്റെ കുറച്ച് ഭാഗം ശ്രവിക്കാനുമായി പങ്കുചേർന്ന നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് വിശ്വാസമുള്ളവരായിരിക്കാം, പ്രത്യാശയോടുകൂടിയായിരിക്കാം. അവിടത്തേക്ക് വേണ്ടി ചെലവഴിക്കുന്ന ഒരു നിമിഷം പോലും നമുക്ക് പാഴായി പോവുകയില്ല. അതിൻ്റെ ഫലം നമ്മുടെ ജീവിതത്തിൽ തീർച്ചയായും ഉണ്ടാവും. നമ്മുടെ നിയോഗങ്ങൾ ഭക്തിപൂർവ്വം സമർപ്പിച്ചുകൊണ്ട് പരസ്പരം നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം. ദൈവാനുഗ്രഹമുള്ള ഒരു നല്ല ദിവസം ഞാൻ ആശംസിക്കുന്നു. എൻ്റെ ഈ യൂട്യൂബ് ചാനൽ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക. നന്ദി. സ്നേഹപൂർവ്വം നിങ്ങളുടെ സ്വന്തം വിക്ടോറിയ ടീച്ചർ.